അമേരിക്കയുടെ കൺമുന്നിൽ വെച്ച് ആഗോള വിപണിയെ ഒന്നടങ്കം നിയന്ത്രിക്കുന്ന US ഡോളറിനെ വെട്ടിമാറ്റാൻ രണ്ട് വൻ ശക്തികൾ രഹസ്യമായി കൈകോർത്താൽ എങ്ങനെയിരിക്കും? അതും ചൈനയുടെ ഉറക്കം കെടുത്തിക്കൊണ്ട് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ നിയന്ത്രണം കൈക്കലാക്കാൻ പോകുന്ന ഒരു മാസ്റ്റർ പ്ലാൻ. അതെ, ആഗോള ഭൂപടത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ആ നിർണായക നീക്കം ഡൽഹിയിൽ വെച്ച് സംഭവിച്ചു കഴിഞ്ഞു. 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന് വേണ്ടി ജാപ്പനീസ് പ്രധാനമന്ത്രി സനെ തകേച്ചി ന്യൂഡൽഹിയിൽ വിമാനം ഇറങ്ങുമ്പോൾ അത് വെറുമൊരു സാധാരണ നയതന്ത്ര സന്ദർശനമല്ല. ഇത് ലോകം ഇതുവരെ കാണാത്ത വലിയൊരു സാമ്പത്തിക സാങ്കേതിക വിപ്ലവത്തിന്റെ തുടക്കമാണ്. അധികാരമേറ്റതിന് ശേഷമുള്ള തകേച്ചിയുടെ ആദ്യ ഇന്ത്യൻ മണ്ണ് തൊടൽ. ഒപ്പം സുസുക്കി മോട്ടോഴ്സ് തലവൻ തോഷിഹിരോ സുസുക്കി ഉൾപ്പെടെ ജപ്പാനിലെ ഏറ്റവും ശക്തരായ 50ലധികം വ്യവസായ ഭീമന്മാരും കോടീശ്വരന്മാരും അടങ്ങുന്ന ഒരു വൻ സംഘം. എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്? സൂപ്പർ കമ്പ്യൂട്ടറുകളെയും പ്രതിരോധ മേഖലയെയും നിയന്ത്രിക്കുന്ന സെമി കണ്ടക്ടറുകൾ മുതൽ ചൈനയുടെ കുത്തകയായ അപൂർവ ധാതുക്കളുടെ വിപണി വരെ ഇന്ത്യയും ജപ്പാനും ചേർന്ന് എങ്ങനെ അട്ടിമറിക്കും? ഡോളറിനെ ഒഴിവാക്കി yen രൂപ ഡയറക്റ്റ് ഡീൽ കൊണ്ടുവരുന്നതിന് പിന്നിലെ യഥാർത്ഥ അജണ്ട എന്താണ്? കാണികളെ മുൾമുനയിൽ നിർത്തുന്ന ഇന്ത്യയുടെ ഭാവി മാറ്റി എഴുതുന്ന ആ രഹസ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഉച്ചകോടിയുടെ ഏറ്റവും രഹസ്യവും എന്നാൽ ഏറ്റവും മാരകവുമായ അജണ്ടയാണ്. നിലവിൽ ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒരു ബിസിനസ് നടക്കണമെങ്കിൽ അതിനിടയിൽ മൂന്നാമതൊരു രാജ്യം വന്ന് ലാഭം കൊയ്യുന്നുണ്ട്. അതാണ് US ഡോളർ. ഒരു ഇന്ത്യൻ കമ്പനി ജപ്പാനിൽ നിന്ന് വണ്ടികളോ മെഷീനുകളോ വാങ്ങുമ്പോൾ ആദ്യം ഇന്ത്യൻ രൂപയെ US ഡോളറാക്കി മാറ്റണം. ജാപ്പനീസ് കമ്പനിക്ക് ആ ഡോളർ കിട്ടുമ്പോൾ അവരത് ജാപ്പനീസ് yen ആക്കി മാറ്റണം. ഈ ഇരട്ട കറൻസി മാറ്റത്തിൽ മാത്രം കോടിക്കണക്കിന് രൂപയാണ് ബാങ്ക് ചാർജായും വിനിമയ നിരക്കിലെ വ്യത്യാസമായും രണ്ട് രാജ്യങ്ങളിലെയും ചെറുകിട വ്യവസായികൾക്ക് നഷ്ടപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ മോദിയും തകേച്ചിയും ചേർന്ന് ഈ ഡോളർ കുത്തകയ്ക്ക് നേരെ ഒരു അറ്റാക്ക് നടത്താൻ പോവുകയാണ്. ജാപ്പനീസ് കമ്പനികൾക്ക് ഇന്ത്യയിലെ ബാങ്കുകളിൽ നേരിട്ട് അക്കൗണ്ട് തുറക്കാം. ഇനി മുതൽ ഡോളറിന്റെ സഹായമില്ലാതെ നേരിട്ട് yen നൽകി രൂപയിലും രൂപ നൽകി യെന്നിലും കച്ചവടം ഉറപ്പിക്കാം. ലോകത്ത് ഡോളറിന്റെ ആധിപത്യം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈ പ്രാദേശിക കറൻസി സെറ്റിൽമെന്റ് ആഗോള സാമ്പത്തിക രംഗത്തെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഇത് വെറുമൊരു പ്ലാൻ മാത്രമല്ല, ഇതിന്റെ അടിത്തറയായി $75 ബില്യൺ ബിലേറ്ററൽ കറൻസി സ്വാപ്പ് കരാർ ഇരു രാജ്യങ്ങളും 2026 വരെ നീട്ടിക്കഴിഞ്ഞു. അതായത് ലോക വിപണിയിൽ എന്ത് തകർച്ചയുണ്ടായാലും ഇന്ത്യയിലെയും ജപ്പാനിലെയും കേന്ദ്ര ബാങ്കുകൾ പരസ്പരം പണം കൈമാറി സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കും. ഈ വർഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ജപ്പാൻ ധനകാര്യ മന്ത്രാലയവും തമ്മിൽ ഇതിനായി ഔദ്യോഗിക ധാരണാപത്രം ഒപ്പുവയ്ക്കുകയാണ്. ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ രൂപയുടെ മൂല്യം എങ്ങോട്ട് ഉയരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. എന്തുകൊണ്ടാണ് ഈ ഉച്ചകോടിയിൽ കൃത്രിമ ബുദ്ധിയും സാങ്കേതിക വിദ്യയും ഇത്രയും ചർച്ചയാകുന്നത്? കാരണം വരാൻ പോകുന്ന കാലത്തെ യുദ്ധങ്ങൾ അതിർത്തികളിൽ മാത്രമുള്ളതല്ല, ഡിജിറ്റൽ ലോകത്തുമാണ് നടക്കാൻ പോകുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം എന്നാൽ സാങ്കേതിക സുരക്ഷിതത്വം കൂടിയാണ് എന്ന് ഇന്ത്യയും ജപ്പാനും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി മോദിയും തകേച്ചിയും ഒപ്പുവെക്കാൻ പോകുന്ന ഏറ്റവും വലിയ കരാറാണ് ഇൻഡസ്ട്രിയൽ AI സിസ്റ്റംസ്. സൈബർ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെയും ജപ്പാന്റെയും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന ഭീമൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ശൃംഖലയാണ് ഇതിലൂടെ വികസിപ്പിക്കുന്നത്. പക്ഷെ കഥ ഇവിടെ തീരുന്നില്ല. ഈ AIക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഒരു മസ്തിഷ്കം വേണം. അതാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ. ഇന്ന് ലോകത്ത് കാറുകൾ, മൊബൈൽ ഫോണുകൾ, മിസൈലുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ തുടങ്ങി സകലതിനും എല്ലാത്തിനും സെമി കണ്ടക്ടർ വേണം. ഇതിന്റെ വിതരണ ശൃംഖലയിൽ ചൈനയ്ക്കുള്ള മേധാവിത്വം തകർക്കുക എന്നതാണ് ജപ്പാന്റെയും ഇന്ത്യയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച ദീർഘകാല സാങ്കേതിക മാർഗരേഖയുടെ അടുത്ത ഘട്ടമാണ് ഈ ഉച്ചകോടിയിൽ നടപ്പിലാക്കുന്നത്. ഇന്ത്യയിൽ അർദ്ധചാലക നിർമ്മാണശാലകൾ വൻതോതിൽ തുടങ്ങാൻ ജപ്പാൻ സാങ്കേതിക വിദ്യയും പണവും ഇറക്കും. ഇതിനൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊന്നുകൂടിയുണ്ട്: അപൂർവ ഭൂമി ധാതുക്കൾ അഥവാ റെയർ എർത്ത് മിനറൽസ്. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾക്കും അത്യാധുനിക പ്രതിരോധ സാമഗ്രികൾക്കും ഈ ധാതുക്കൾ അത്യാവശ്യമാണ്. ഇതിന്റെ വിപണി നിലവിൽ ചൈനയുടെ കയ്യിലാണ്. എന്നാൽ ജപ്പാന്റെ സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ ഖനന സാധ്യതകളും ഒന്നിക്കുമ്പോൾ ഈ വിപണിയിൽ പുതിയൊരു സാമ്രാജ്യം ഉദയം ചെയ്യുകയാണ്. ഇനി നമുക്ക് കൃത്യമായ ഡാറ്റയിലേക്ക് വരാം. ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം നിലവിൽ $27.47 ബില്യൺ എത്തി നിൽക്കുകയാണ്. കേൾക്കുമ്പോൾ വലിയ സംഖ്യയാണെന്ന് തോന്നാം, പക്ഷേ ഇതിലൊരു വലിയ കെണിയുണ്ട്. ഈ വ്യാപാരത്തിന്റെ സിംഹഭാഗവും ജപ്പാൻ അനുകൂലമാണ്. ഇന്ത്യ ജപ്പാനിലേക്ക് കയറ്റി അയക്കുന്നത് വെറും $6.04 ബില്യൺ സാധനങ്ങളാണ്. എന്നാൽ ജപ്പാനിൽ നിന്ന് ഇന്ത്യ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് $21.43 ബില്യൺ ഉൽപ്പന്നങ്ങളാണ്. അതായത് ഇന്ത്യക്ക് ജപ്പാനുമായി നിലവിൽ $15.39 ബില്യൺ വലിയൊരു വ്യാപാര കമ്മിയുണ്ട്.
ജൈവരാസവസ്തുക്കൾ, ഹെവി മെഷീനറികൾ, ആണവ റിയാക്ടർ ഘടകങ്ങൾ, ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ എന്നിങ്ങനെ ഉയർന്ന മൂല്യമുള്ള വസ്തുക്കളാണ് ജപ്പാൻ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കുന്നത്. 2011 ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ വഴി 94% ഉൽപ്പന്നങ്ങളുടെയും നികുതി കുറച്ചിട്ടും ഇന്ത്യയുടെ കയറ്റുമതി വിചാരിച്ചത്ര ഉയർന്നിട്ടില്ല. ജപ്പാന്റെ കർശനമായ ക്വാളിറ്റി ചെക്കുകളും ടാരിഫ് ഇതര തടസ്സങ്ങളുമാണ് ഇതിന് കാരണം. പക്ഷേ ഈ വ്യാപാര കമ്മി നികത്താൻ ജപ്പാൻ കണ്ടെത്തിയ വഴി എന്താണെന്നറിയോ? ഇന്ത്യയിൽ നേരിട്ട് പണം നിക്ഷേപിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ 5ാം സ്ഥാനത്താണ് ഇന്ന് ജപ്പാൻ. നേരത്തെ പ്രഖ്യാപിച്ച 5 ട്രില്യൺ yen നിക്ഷേപം ജപ്പാൻ വിജയകരമായി പൂർത്തിയാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഇതാ പുതിയൊരു ചരിത്രപരമായ ലക്ഷ്യം അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വരുന്ന ദശകത്തിൽ ഇന്ത്യയിൽ ജപ്പാൻ നടത്താൻ പോകുന്ന നിക്ഷേപം 10 ട്രില്യൺ yen ആണ്. അതായത് ഏകദേശം $68 ബില്യൺ. ഇന്ത്യൻ രൂപയിൽ ലക്ഷക്കണക്കിന് കോടി രൂപ. 2025 ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ മാത്രം $3.2 ബില്യൺ ജപ്പാൻ ഇന്ത്യയിലേക്ക് ഒഴുക്കിക്കഴിഞ്ഞു. പണ്ട് ജപ്പാന്റെ സഹായം എന്ന് പറഞ്ഞാൽ ഡൽഹി മെട്രോ പോലെയുള്ള വലിയ സർക്കാർ പ്രൊജക്ടുകൾക്ക് പണം വായ്പ നൽകുന്നതായിരുന്നു. എന്നാൽ ഇന്ന് കഥ മാറി. ജപ്പാനിലെ വമ്പൻ സ്വകാര്യ കമ്പനികളാണ് ഇന്ത്യയെ തങ്ങളുടെ പ്രധാന ഘട്ടകമാക്കുന്നത്. നിലവിൽ 1400-ലധികം ജപ്പാൻ കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അവരുടെ ഫാക്ടറികളും ഓഫീസുകളുമായി 5000-ഓളം ബിസിനസ് കേന്ദ്രങ്ങൾ ഇന്ത്യയിലുടനീളം പ്രവർത്തിക്കുന്നു. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഡാറ്റ പുറത്തുവിട്ടത് ജപ്പാൻ എക്സ്റ്റേണൽ ട്രേഡ് ഓർഗനൈസേഷനാണ്. അവരുടെ ഔദ്യോഗിക സർവേ പ്രകാരം ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന 80.3% ജപ്പാനീസ് കമ്പനികളും അടുത്ത 2 വർഷത്തിനുള്ളിൽ തങ്ങളുടെ ബിസിനസ് ഇന്ത്യയിൽ വൻതോതിൽ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിലും വലിയ കാര്യം, ഇതിൽ 77.7% കമ്പനികളും ഇന്ത്യയിൽ നിന്ന് വൻ ലാഭമാണ് കൊയ്യുന്നത്. ലോകത്ത് മറ്റൊരു രാജ്യത്തും ജാപ്പനീസ് കമ്പനികൾ ഇത്രയും വലിയ വളർച്ച പ്രതീക്ഷയില്ല. ഇതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രധാനമന്ത്രി സനെ തകേച്ചിക്കൊപ്പം വന്നിറങ്ങിയ സുസുക്കി മോട്ടോഴ്സ് തലവൻ തോഷിഹിരോ സുസുക്കിയുടെ നേതൃത്വത്തിലുള്ള 50 ബിസിനസ് ടെക്കുകളുടെ സംഘം. ഇന്ത്യയെ തങ്ങളുടെ ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റാനാണ് സുസുക്കി പദ്ധതിയിടുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ, ഗ്രീൻ എനർജി, ഹൈടെക് നിർമ്മാണ മേഖലകൾ എന്നിവയിൽ ലക്ഷക്കണക്കിന് പുതിയ തൊഴിലവസരങ്ങളാണ് ഈ സന്ദർശനത്തിലൂടെ ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ ഈ 3 ദിവസത്തെ സന്ദർശനം വെറുമൊരു വാർത്തയല്ല. ഇത് വരും വർഷങ്ങളിൽ നിങ്ങളുടെ പോക്കറ്റിനെയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെയും നേരിട്ട് ബാധിക്കാൻ പോകുന്ന വലിയ മാറ്റങ്ങളുടെ തുടക്കമാണ്. ഡോളറിനെ വെല്ലുവിളിക്കുന്ന രൂപ-yen കറൻസി കരാർ, ചൈനയുടെ കുത്തക തകർക്കുന്ന സെമി കണ്ടക്ടർ AI സഖ്യം, ഒപ്പം ഇന്ത്യയിലേക്ക് ഒഴുകാൻ പോകുന്ന $68 ബില്യൺ ജാപ്പനീസ് നിക്ഷേപം. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ പുതിയൊരു ശക്തി കേന്ദ്രം ജനിക്കുകയാണ്. ഇന്ത്യ, ജപ്പാൻ അച്ചുതണ്ട്. ഈ സഖ്യം ഏഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ എങ്ങനെ മാറ്റുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യൂ. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.